Hi, hello, welcome to Learn Legal Basics. So, ഇനി കേരള ലോ എൻട്രൻസ് എക്സാം നമ്മുടെ ജൂൺ 1 നടക്കാൻ പോകുന്നത്. വളരെ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ. വെറും 2 ദിവസം കൂടെ ഇനി മാക്സിമം നമ്മുടെ കയ്യിലുള്ളൂ. സോ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ നന്നായി പെർഫോം ചെയ്യാം. ഇതുവരെ പഠിച്ചതൊക്കെ കംപ്ലീറ്റ് റിവൈസ് ചെയ്യാനുള്ള സമയമാണ്. ഇനി പുതിയതായിട്ട് പഠിക്കാൻ നമുക്ക് ഒരുപാട് സമയമില്ല. അതുകൊണ്ട് പുതിയ പുതിയ കോൺസെപ്റ്റ്സ്, ടഫ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് എടുത്ത് പഠിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഓൾറെഡി നിങ്ങൾ ഏതുവരെ പഠിച്ചു വെച്ചിട്ടുണ്ടോ അത് റിവിഷന് വേണ്ടി അതൊന്നും കൂടെ റിവൈസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയമാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത്. 3 ദിവസം ഇനിയുള്ള 2 ദിവസം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. എക്സാം ഓറിയന്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ബാങ്ക്സിൽ നിന്നോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യാം. അതേപോലെ തന്നെ ഫ്രീ ആയിട്ട് ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എടുത്തിട്ട് അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. സോ ഇനി നമ്മൾ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ കേപ്പബിൾ ആണോ എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. ഐ നോ ഇറ്റ്സ് ടു ലേറ്റ്, ഓൺലി 2 days ആർ ലെഫ്റ്റ്. സോ 2 ദിവസത്തിൽ ഈ 2 ദിവസമെങ്കിലും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയില്ലെങ്കിൽ ഐ എം ഷുവർ ദാറ്റ് യു വിൽ ഡെഫിനറ്റ്ലി ഫെയിൽ. ഓക്കെ, അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് നോക്കി തുടങ്ങാം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ക്വിക്ക് റിവിഷൻ ഓൺ ലീഗൽ മാക്സിംസ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 20-25 ലീഗൽ മാക്സിംസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. മസ്റ്റ് ആയിട്ടും കേരള ലോ എൻട്രൻസ് എക്സാമിനേഷനിൽ പഠിച്ചിരിക്കേണ്ട 25 ലീഗൽ മാക്സിംസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓൾമോസ്റ്റ് 25 കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് എന്താണ് ലീഗൽ മാക്സിം എന്നുള്ളത് നോക്കാം. ലീഗൽ മാക്സിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ലാറ്റിൻ ഫ്രേസസ്, ലാറ്റിൻ ടേംസ് ആണ് നമ്മൾ ലീഗൽ മാക്സിംസ് ആയിട്ട് പറയാറ്. അതായത് ലാറ്റിൻ ലാംഗ്വേജിലുള്ള ഫ്രേസസിനെയാണ് ലീഗൽ മാക്സിംസ് അല്ലെങ്കിൽ ഡോക്ട്രിൻസ് എന്ന് പറയുന്നത്. സോ ഇത് എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ലീഗൽ റീസണിങ് പർപ്പസിനാണ് നമ്മൾ ലാറ്റിൻ ടേംസ് യൂസ് ചെയ്യാറ്, ഈ ലീഗൽ മാക്സിംസ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, സോ ഇത് നമുക്ക് എല്ലാതരം എൻട്രൻസ് എക്സാമിലും കാണാവുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. എക്സാമ്പിൾ ക്ലീ ആയിക്കോട്ടെ, ക്ലാറ്റ് ആയിക്കോട്ടെ, നിങ്ങൾ എയിലറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവരായിക്കോട്ടെ, ഓൾ ഇന്ത്യ ലെവലിൽ ഏത് എക്സാമിലും നിങ്ങൾക്ക് ലീഗൽ മാക്സിംസ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. സോ ഡോണ്ട് മിസ് ദിസ് ക്ലാസ്. എൻറ്റയർ വീഡിയോ നിങ്ങൾ കാണണം എന്നുള്ളത് ഇറ്റ്സ് എ റിക്വസ്റ്റ് ഫ്രം മീ. ഇഫ് യു ആർ സംബഡി ഹു is willing to crack any entrance exam, then you must see the entire video. ഫസ്റ്റ് മാക്സിം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ടസ് നോൺ ഫാസിട്രിയം നിസി മെൻസിട്രിയ. നമ്മുടെ ക്രിമിനൽ ലോയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ക്രിമിനൽ ലോ പഠിക്കുന്ന എല്ലാ കുട്ടികളും, ക്രിമിനൽ ലോ ഓൾറെഡി പഠിച്ചിട്ടുള്ള എല്ലാ കുട്ടികളും ഈ മാക്സിം മസ്റ്റ് ആയിട്ടും കേട്ടിട്ടുണ്ടാവും. ആക്ടസ് നോൺ ഫാസിട്രിയം നിസി മെൻസിട്രിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ആക്ട് ഡസ് നോട്ട് മേക്ക് എ പേഴ്സൺ ഗിൽറ്റി അൺലെസ് ദർ ഇസ് എ ഗിൽറ്റി മൈൻഡ്. ഗിൽറ്റി മൈൻഡ് ഇല്ലാതെ ഒരു പേഴ്സണും ഗിൽറ്റി ആവുന്നില്ല. ഒരു ആക്ട് ചെയ്തത് കൊണ്ട് മാത്രം ഗിൽറ്റി ആവുന്നില്ല എന്നുള്ള കാര്യം പറയുന്നതാണ് ഈ ഒരു മാക്സിം. ഓക്കെ, ആക്ടസ് റിയസ് മാത്രം പോരാ, പ്ലസ് മെൻസ് റിയ കൂടെ വേണം എന്നാണ് ഈ ഒരു മാക്സിമിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒരു ആക്ട് ചെയ്താൽ മാത്രം ക്രൈം ആവുന്നില്ല. ഹി ഷുഡ് ഹാവ് എ ഗിൽറ്റി മൈൻഡ്. ആ ഒരു മൈൻഡും കൂടെ അല്ലെങ്കിൽ ആ ഒരു മെന്റൽ പാർട്ടും കൂടെ അപ്ലൈ ആയാലേ ഒരു ക്രൈം ആവുന്നുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു ആക്ടസ് നോൺ ഫാസിട്രിയം നിസി മെൻസിട്രിയ എന്നുള്ള ലീഗൽ മാക്സിം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഓഡി ആൾട്രം പാർട്ടം, വെരി വെരി ഇമ്പോർട്ടന്റ്, വളരെ അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലീഗൽ മാക്സിം ആണ്. ഹിയർ ദ അതർ സൈഡ്. അതായത് നമ്മൾ നാച്ചുറൽ ജസ്റ്റിസ് പ്രിൻസിപ്പിളിലെ ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ് പ്രിൻസിപ്പിൾ ആണ് ഓഡി ആൾട്രം പാർട്ടം. നാച്ചുറൽ ജസ്റ്റിസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിങ് ആണ് ഓഡി ആൾട്രം പാർട്ടം. എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു ഭാഗത്ത് മാത്രം കേട്ടിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല, അല്ലെ? നമ്മൾ ഇപ്പൊ ഒരു ഡിസ്പ്യൂട്ടില് എയും ബിയും തമ്മിലുള്ള ഒരു ഡിസ്പ്യൂട്ടില് എയുടെ മാത്രം ഭാഗം കേട്ടിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുമോ? ഇല്ല. ബിയുടെ ഭാഗം മാത്രം കേട്ടിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റുമോ? ഇല്ല. ഇവരുടെ രണ്ടുപേരുടെയും ഭാഗം കേൾക്കണം. സോ ആ ഒരു നാച്ചുറൽ ജസ്റ്റിസ് പ്രിൻസിപ്പിൾ ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ജസ്റ്റിസ് എന്നുള്ളത് നീതി ഉറപ്പുവരുത്താൻ ഹിയർ ദ അതർ സൈഡ്. അതായത് എപ്പോഴും കേസ് കൊടുക്കുന്ന ആളുടെ സൈഡ് വായിച്ചിട്ടായിരിക്കും ജഡ്ജ് തീരുമാനം എടുക്കുക, അല്ലെ? കേസ് കൊടുക്കുന്ന ആളുടെ
ഓൾറെഡി സൈഡ് ഹേർഡ് ആണ്, പക്ഷെ അതർ സൈഡിനെ ഹിയർ ചെയ്യണം എന്നുള്ള പ്രിൻസിപ്പിൾ ആണ് ഓഡി ആൾട്രം പാർട്ടം. അതർ സൈഡിനെയും കൂടെ കേട്ടിട്ടേ എപ്പോഴും ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നതാണ് ഓഡി ആൾട്രം പാർട്ടം. ക്ലിയർ. നെക്സ്റ്റ് വന്നിട്ട് നെമോജുഡെക്സ് ഇൻ കാസാ സ്വാ. ഇൻ കാസാ സ്വാ, നെമോജുഡെക്സ് ഇൻ കാസാ സ്വാ. നോ വൺ ഷുഡ് ബി എ ജഡ്ജ് ഇൻ ഹിസ് ഓൺ കേസ്. കേസ് ആണ്. ഓക്കെ ഓക്കെ, സ്വന്തം കേസിൽ നമ്മൾ ജഡ്ജായിട്ട് ഇരിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് റിലേറ്റീവ്സ് ഓൾസോ. ഇപ്പോ എന്റെ ഒരു കേസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കേസിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിട്ടുള്ള ആരും ജഡ്ജിന്റെ സീറ്റിൽ ഇരിക്കാൻ പാടില്ല. ബിക്കോസ് അങ്ങനെ ഒരു വ്യക്തി ഒരു ഡിസിഷൻ എടുക്കുവാണെങ്കിൽ ഹി വിൽ ബി ഇംപാർഷ്യൽ ഇൻ സം വേ ഓർ അതർ. അത് ആ ഒരു റിലേഷൻഷിപ്പ് വരുമ്പോൾ തന്നെ എന്താണ്, ഇംപാർഷ്യാലിറ്റി നമുക്ക് കാണാൻ സാധിക്കും, ഇംപാർഷ്യൽ ബിഹേവിയർ നമുക്ക് കാണാൻ സാധിക്കും. സോ നോ വൺ ഷുഡ് ബി എ ജഡ്ജ് ഓഫ് ഹിസ് ഓൺ കേസ്. സ്വന്തം കേസിൽ ആരും ജഡ്ജ് ആവരുത്, ജഡ്ജ് ആയി ഇരിക്കരുത് എന്നുള്ളതാണ് നെമോ ജുഡെക്സ് ഇൻ കാസാ സ്വാ എന്നുള്ള രീതിയിൽ ആ ഒരു ലീഗൽ മാക്സിം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഇഗ്നോറൻഷ്യ ജൂറിസ് നോൺ എക്സ്ക്യൂസാറ്റ്. വെരി വെരി ഇമ്പോർട്ടന്റ്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലീഗൽ മാക്സിം ആണ്. ഇതിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇഗ്നോറൻസ് ഓഫ് ലോ ഇസ് നോട്ട് എൻ എക്സ്ക്യൂസ്. നിയമം അറിയില്ല എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിയമം എനിക്കറിയില്ല എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസേ അല്ല. നിയമം അറിയില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് എവിടെ നിന്നും ഡിഫൻസ് എടുക്കാൻ പറ്റില്ല, ഏത് വയ്യാവേലിയിൽ നിന്നും നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. നിയമം എല്ലാ വ്യക്തികളും അറിഞ്ഞിരിക്കണം എന്നുള്ള ആ ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മുടെ എല്ലാ ജനങ്ങൾക്കും നിയമത്തിന്റെ അവയർനെസ് പ്രോപ്പർ ആയിട്ട് കിട്ടുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ജസ്റ്റ് കമന്റ് സെക്ഷനിൽ ഒന്ന് അറിയിക്കാം. ഡു എവറിബഡി നോ വാട്ട് അവർ ഇന്ത്യൻ ലോ ഈസ്? എന്താണ് നമ്മുടെ നിയമങ്ങൾ, ഏതൊക്കെയാണ് നമ്മുടെ അവകാശങ്ങൾ എന്നുള്ളത് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ധാരണ ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് സെക്ഷനിൽ ഒന്ന് അറിയിക്കാം. സോ ഈ ഒരു മാക്സിം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഗ്നോറൻഷ്യ ജൂറിസ് നോൺ എക്സ്ക്യൂസായിട്ട് എന്നുള്ള മാക്സിം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, നിയമം അറിയില്ല എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസ് അല്ല. നിയമം എല്ലാവർക്കും അറിയണം, അറിഞ്ഞിരിക്കണം, എല്ലാവരും അറിഞ്ഞിരിക്കണം എന്നുള്ള ഒരു രീതിയിൽ മാൻഡേറ്ററി ആയിട്ടുള്ള പ്രൊവിഷൻ കൊടുക്കുന്നതാണ് ഇഗ്നോറൻഷ്യ ജൂറിസ് നോൺ എക്സ്ക്യൂസാറ്റ് എന്നുള്ളത്. പക്ഷെ ഇഗ്നോറൻസ് ഓഫ് ഫാക്ട് ഒരു എക്സ്ക്യൂസ് ആണ് കേട്ടോ. ഇഗ്നോറൻസ് ഓഫ് ഫാക്ട് ഇസ് ആൻ എക്സ്ക്യൂസ്. ഫാക്ച്വൽ ഇഗ്നോറൻസ് വരുന്നത്, മിസ്റ്റേക്ക് വരുന്നത് എക്സ്ക്യൂസ് ആണ്. ബട്ട് ലോ, ഇഗ്നോറൻസ് ഓഫ് ലോ ഇസ് നോട്ട് എൻ എക്സ്ക്യൂസ്. ഇതൊരു എക്സ്ക്യൂസ് അല്ല, പക്ഷെ ഫാക്ട് ഒരു എക്സ്ക്യൂസ് ആണ്. ഓക്കെ, റെസ് ഇപ്സ ലോക്കിറ്റർ എന്നുള്ളതാണ് നെക്സ്റ്റ് മാക്സിം. റെസ് ഇപ്സ ലോക്കിറ്റർ, അതായത് റെസ് ഇപ്സ ലോക്കിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ടോർഷ്യസ് ലോയിലുള്ള പ്രിൻസിപ്പിൾ ആണ്. ടോർഷ്യസ് ലോയില് നമ്മൾ ടോർട്ട് എന്നുള്ള ഒരു സബ്ജക്ട് നിങ്ങൾ ക്ലീ സിലബസിൽ കണ്ടിട്ടുണ്ടാവും. ടോർട്ട് എന്നുള്ള സബ്ജക്ട് ആ ലോയിൽ അപ്ലൈ ചെയ്യുന്ന പ്രിൻസിപ്പിൾ ആണ് റെസ് ഇപ്സ ലോക്കിറ്റർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ തിങ് ദാറ്റ് സ്പീക്സ് ഫോർ ഇറ്റ് സെൽഫ്, ആ ഒരു സംഭവം തന്നെ സംസാരിക്കുന്ന ഒരവസ്ഥ, അതാണ് റെസ് ഇപ്സ ലോക്കിറ്റർ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോ എ എന്നുള്ള വ്യക്തി സർജറിക്ക് വേണ്ടി ബി എന്നുള്ള ഡോക്ടറിന്റെ അടുത്ത് പോയി. ബി ഇസ് എ ഡോക്ടർ. ഓക്കെ, ബി എന്നുള്ള ഡോക്ടറുടെ അടുത്ത് പോയി. സോ ഡോക്ടറിന്റെ അടുത്ത് സർജറി ചെയ്തിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് വയറുവേദന വന്നു എക്ക്. അപ്പൊ എ വന്നിട്ട് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഹിസ് സ്റ്റൊമക് കണ്ടെയ്ൻസ് എ പെയർ ഓഫ് സിസേഴ്സ്. സ്റ്റൊമക്കില് അതായത് എ വന്നിട്ട് ബി എന്ന ഡോക്ടറിനെ കണ്ടു, ഒരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു, സ്റ്റൊമക്കിൽ ഒരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു. ഒരാഴ്ചക്ക് ശേഷം നോക്കുമ്പോൾ സ്റ്റൊമക്കിൽ ഒരു പെയർ ഓഫ് സിസേഴ്സ് കണ്ടെത്തി. എയുടെ വയറ്റിൽ നിന്നും ഒരു പെയർ ഓഫ് സിസേഴ്സ്, കത്രിക കണ്ടെത്തി. സോ ഹിയർ ഡോക്ടർ ഇസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്. അതില് നമുക്ക് ഒരു തെളിവും കൊടുക്കാതെ തന്നെ പറയാൻ പറ്റും ഡോക്ടറുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ഒരു നെഗ്ലിജൻസ് മൂലമാണ്, അശ്രദ്ധ മൂലമാണ് എയുടെ വയറ്റില് ഈ ഒരു പെയർ ഓഫ് സിസേഴ്സ് വന്നു പെട്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആ ഒരു കാര്യത്തിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് തന്നെ മനസ്സിലാവും അല്ലെ. എവിഡൻസ് പ്രത്യേകം എടുത്തു കൊടുക്കണ്ട. ഈ ഒരു സിസേഴ്സ് എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു എന്നുള്ളതിന്റെ എവിഡൻസ് ഒന്നും അവിടെ എക്സ്ട്രാ നമുക്ക് എന്താ പറയാ കളക്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ദ തിങ് ഇറ്റ് സെൽഫ് സ്പീക്ക് വാട്ട് ഹാപ്പൻഡ്, എന്താണ് സംഭവിച്ചതെന്നുള്ളത് ആ ഒരു സംഭവം തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതിനെയാണ്, ആ ഒരു പ്രിൻസിപ്പിളിനെയാണ് റെസ് ഇപ്സ ലോക്കിറ്റർ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ മാക്സിം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ടോർഷ്യസ് ലോയിലാണ്, നെഗ്ലിജൻസ് എന്നുള്ള പാർട്ടിലാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുക. ഓക്കെ, നെഗ്ലിജൻസ് പൊതുവെ ആര് പ്രൂവ് ചെയ്യണം? പ്ലെയിന്റിഫ് പ്രൂവ് ചെയ്യേണ്ടി വരും. ബട്ട് ഇൻ സർട്ടൻ കേസസ് റെസ് ഇപ്സ ലോക്കിറ്റർ എന്നുള്ള പ്രിൻസിപ്പിൾ അപ്ലൈ ആവും. സോ ദാറ്റ് ദ തിങ് ഇറ്റ് സെൽഫ് സ്പീക്സ് ഫോർ ഇറ്റ് സെൽഫ്. ഓക്കെ, ഇനി വരുന്നതാണ് ഉബി ജസ് ഇബി റെമഡിയം.
ഇതും ആക്ച്വലി ബേസിക് ആയിട്ടുള്ള ഒരു ലീഗൽ പ്രിൻസിപ്പിൾ തന്നെയാണ്. വേർ ദർ ഇസ് എ റൈറ്റ് ദർ ഇസ് എ റെമഡി എന്നുള്ള പ്രിൻസിപ്പിളാണ് ഇത് പറയുന്നത്. എവിടെയൊക്കെ റൈറ്റ് ഉണ്ടോ അവിടെയൊക്കെ ഒരു റെമഡി ഉണ്ടാവും. അതായത് എവിടെയൊക്കെ നമുക്ക് അവകാശങ്ങൾ ഉണ്ടോ ആ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ നമുക്ക് ഒരു റെമഡി അല്ലെങ്കിൽ സൊല്യൂഷൻ ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, അവകാശങ്ങൾ നമുക്കുണ്ടാവും, ആ അവകാശങ്ങൾ വയലേറ്റ് ചെയ്യപ്പെട്ടാൽ വി വിൽ ഗെറ്റ് എ റെമഡി. ദാറ്റ് ഇസ് വേർ ദർ ഇസ് എ റെമഡി, വേർ ദർ ഇസ് എ റൈറ്റ് ദർ ഈസ് എ റെമഡി എന്നുള്ളതാണ് ഉബി ജസ് ഇബി റെമഡിയം എന്നുള്ള ലീഗൽ മാക്സിമിന്റെ മീനിങ്. നെക്സ്റ്റ് മാക്സിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വോളന്റി നോൺ ഫിറ്റ് ഇൻജൂറിയ. വോളന്റി നോൺ ഫിറ്റ് ഇൻജൂറിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു എ വില്ലിംഗ് പേഴ്സൺ നോ ഇഞ്ചുറി ഈസ് ഡൺ. ഒരു വില്ലിംഗ് ആയിട്ടുള്ള പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ പേഴ്സൺ ഹു ഹാസ് കൺസെന്റഡ്, കൺസെന്റ് കൊടുത്ത ഒരു വ്യക്തിക്ക് ഇഞ്ചുറി സംഭവിച്ചു എന്ന് അയാൾക്ക് പറയാൻ പറ്റില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെൻ ടു പേഴ്സൺ എ ആൻഡ് ബി, എയും ബിയും ബോക്സേഴ്സ് ആണ്. ഇവർ രണ്ടുപേരും ബോക്സിംഗ് വിങ്ങിൽ മാച്ച് കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചു, കൺസെന്റ് കൊടുത്തു. ഇവർ രണ്ടുപേരും ഈ ബോക്സിംഗ് വിങ്ങിൽ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഇറ്റ്സ് എ കോമ്പറ്റീഷൻ, സോ അവിടെ ഫൈറ്റ് ചെയ്യാൻ കൺസെന്റ് കൊടുത്തു, സമ്മതം മൂളി. അതിനുശേഷം എക്ക് സിവിയർ ആയിട്ടുള്ള ഒരു ഇഞ്ചുറി സംഭവിച്ചു. ബി എനെ ബീറ്റ് ചെയ്തിട്ട് എനെ വളരെ ഇഞ്ചേർഡ് ആക്കി. ഓക്കെ, സോ ഇവിടെ എക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല ദാറ്റ് ബി ഹാസ് ബീറ്റൻ ഇല്ലീഗലി. ഇല്ലീഗൽ ആയിട്ട് എനിക്കൊരു ഇഞ്ചുറി സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് എക്ക് കേസ് കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് ടു എ വില്ലിംഗ് പേഴ്സൺ നോ ഇഞ്ചുറീസ് ഡൺ. ഈ ഒരു വോളന്റി നോൺ ഫിറ്റ് ഇഞ്ചുറിയ എന്നുള്ള പ്രിൻസിപ്പിൾ ആണ് അവിടെ അപ്ലൈ ചെയ്യുക. ഓക്കെ, വില്ലിംഗ് പേഴ്സണിന് എന്താണ് ഇഞ്ചുറി സംഭവിച്ചതായിട്ട് നമ്മൾ ഒരിക്കലും കൺസിഡർ ചെയ്യില്ല. ദാറ്റ് ഈസ് കോൾഡ് വോളന്റി നോൺ ഫിറ്റ് ഇഞ്ചുറിയ. നെക്സ്റ്റ് വന്നിട്ട് ഇഞ്ചുറിയ സൈൻ ഡാംനോ ആണ്. ഇഞ്ചുറിയ സൈൻ ഡാംനോ ആൻഡ് ഡാംനം സൈൻ ഇഞ്ചുറിയ രണ്ടും ടോർഷ്യസ് ലോയിലെ മാക്സിംസ് ആണ്, ലീഗൽ മാക്സിംസ് ആണ്. ഇഞ്ചുറിയ സൈൻ ഡാംനം മീൻസ് ഇഞ്ചുറി വിത്തൗട്ട് ഡാമേജ്. ഇഞ്ചുറി വിത്തൗട്ട് ഡാമേജ്. നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് രണ്ട് കോൺസെപ്റ്റ് ആണ്. ഇഞ്ചുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗൽ ഇഞ്ചുറി എന്നും, ഡാമേജ് എന്നുള്ള ടേം ഉദ്ദേശിക്കുന്നത് നമുക്ക് പേഴ്സണലി കിട്ടുന്ന പേഴ്സണൽ ഇഞ്ചുറിനെയാണ് ഡാമേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇഞ്ചുറി എന്ന് പറയുന്നത് ലീഗൽ ഇഞ്ചുറിയും ഡാമേജ് എന്ന് പറയുന്നത് പേഴ്സണൽ ഇഞ്ചുറിയാണ്. സോ ഇഞ്ചുറി വിത്തൗട്ട് ഡാമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഹാപ്പൻസ് എ ലീഗൽ ഇഞ്ചുറി, നിയമപരമായിട്ട് ഒരു ഇഞ്ചുറി നഷ്ടം സംഭവിക്കുന്നുണ്ട്, ബട്ട് പേഴ്സണലി ആ ഒരു സിംഗിൾ ഇൻഡിവിജ്വലിന് ഒരു നഷ്ടവും സംഭവിക്കുന്നില്ല. എക്സാമ്പിളിന്റെ ഒരു ഇമ്പോർട്ടന്റ് കേസാണ്, നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കേസാണ് ആഷ്ബി വേഴ്സസ് വൈറ്റ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആഷ്ബി വേഴ്സസ് വൈറ്റ് എന്നുള്ള കേസ്. ആഷ്ബി വേഴ്സസ് വൈറ്റ് എന്നുള്ള കേസിൽ എന്താണ് ഡിസ്കസ് ചെയ്തതെന്ന്, പ്രിൻസിപ്പിൾ എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് ഇപ്പൊ നോക്കാം. ആഷ്ബി വേഴ്സസ് വൈറ്റ്. ഓക്കെ, ആഷ്ബി വേഴ്സസ്, എന്റെ ഹാൻഡ് റൈറ്റിംഗ് ജസ്റ്റ് പാർഡൺ. ഓക്കെ, ആഷ്ബി വേഴ്സസ് വൈറ്റ്. സോ ഈ ഒരു കേസിൽ ആഷ്ബി പറഞ്ഞൊരു പേഴ്സൺ ഹി വെന്റ് ഫോർ വോട്ടിംഗ്, വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ വേണ്ടി പോയി. ആ വോട്ടിംഗ് നടത്തുന്ന സ്ഥലത്ത് ഓഫീസർ അദ്ദേഹത്തെ വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ല. പക്ഷെ അറ്റ് ദ ലാസ്റ്റ് അദ്ദേഹം വോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച വ്യക്തി തന്നെ, ആ ഒരു വോളണ്ടിയർ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ തന്നെ ജയിച്ചു. ഓക്കെ, ആ ഒരു കാൻഡിഡേറ്റ് തന്നെയാണ് അവസാനം വിജയിച്ചത്. ആഷ്ബി വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ ഉദ്ദേശിച്ച വ്യക്തി തന്നെയാണ് ജയിച്ചത്. ഓക്കെ, പക്ഷെ ആഷ്ബിയുടെ റൈറ്റ് ടു വോട്ട് എന്നുള്ള ആ ഒരു റൈറ്റ് അവിടെ നിഷേധിക്കപ്പെട്ടു. സോ ആ ഒരു സിറ്റുവേഷനിൽ അവിടെ റൈറ്റ് ടു വോട്ട് എന്നുള്ള റൈറ്റ് അഫക്ട് ചെയ്തു ആഷ്ബിയുടെ, അത് വയലേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോ ആഷ്ബി ഹി വെന്റ് ടു ദ കോർട്ട് ആൻഡ് ഫയൽഡ് എ കേസ് അഗെയിൻസ്റ്റ് ദ ഓഫീസർ. അപ്പോ ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആഷ്ബിയുടെ ലീഗൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ടു. സോ ദർ ഇസ് എ ലീഗൽ ഇഞ്ചുറി. ലീഗലി ഒരു ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ ആക്ച്വലി അവിടെ ഡാമേജ് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? നോ, ദർ ഇസ് നോ ഡാമേജ്. കാരണം അദ്ദേഹം ഉദ്ദേശിച്ച ആള് തന്നെയാണ് ജയിച്ചത്. അറ്റ് ദ എൻഡ് ആ ഒരു കാൻഡിഡേറ്റ് തന്നെ വിജയിച്ചു. സോ ഫിസിക്കലി അല്ലെങ്കിൽ പേഴ്സണൽ ഇഞ്ചുറി അവിടെ ഉണ്ടായിട്ടില്ല, പക്ഷെ ലീഗൽ ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇഞ്ചുറിയ സൈൻ ഡാംനോ പ്രിൻസിപ്പിൾ ആ ഒരു കേസിലാണ് യൂസ് ചെയ്യുക. ഇഞ്ചുറി വിത്തൗട്ട് ഡാമേജ്, ലീഗൽ ഇഞ്ചുറി വിത്തൗട്ട് ആക്ച്വൽ ഡാമേജ് ആണ് ഇഞ്ചുറിയ സൈൻ ഡാംനോ എന്നുള്ള പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഡാംനം സൈൻ ഇഞ്ചുറിയ, ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ഇഞ്ചുറിയ സൈൻ ഡാംനം. സോ ഇവിടെ ആക്ച്വൽ ഡാമേജ് വിത്തൗട്ട് ലീഗൽ ഇഞ്ചുറി ആണ്.
എന്ത് പറയുന്നത്? ഡാംനം സൈൻ ഇഞ്ചുറിയ പറയുന്നത്. ഡാമേജ് വിതൗട്ട് ഇഞ്ചുറി. ഡാമേജ് സംഭവിക്കുന്നുണ്ട്, പക്ഷെ ലീഗൽ റൈറ്റ്സ് ഒന്നും വയലേറ്റ് ചെയ്യപ്പെടുന്നില്ല. ക്ലിയർ? സോ ഇവിടെ ഇതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കേസാണ് ഗ്ലോസസ്റ്റർ ഗ്രാമർ സ്കൂൾ കേസ്. ഗ്ലോസസ്റ്റർ ഗ്രാമർ സ്കൂൾ കേസ്. ഈ കേസിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ കേസിൽ ഗ്ലോസസ്റ്റർ ഗ്രാമർ സ്കൂൾ എന്നുള്ള സ്കൂൾ ഉണ്ടായിരുന്നു. സോ ആ സ്കൂളിലെ സ്റ്റുഡൻസ്, അവിടെ ആ ഒരു ഏരിയയിൽ ആ ഒരു സ്കൂൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ദാറ്റ് എവറി സ്റ്റുഡന്റ് യൂസ് ടു കം ടു ദാറ്റ് സ്കൂൾ. ഓക്കെ, ഇയാളുടെ ഗ്ലോസസ്റ്റർ ഗ്രാമർ സ്കൂളിലായിരുന്നു എല്ലാ സ്റ്റുഡൻസും വരുന്നുണ്ടായിരുന്നത്. പക്ഷെ കുറച്ച് ദൂരം വിട്ടിട്ട് വേറൊരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, വേറൊരു വ്യക്തി ഒരു പുതിയ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യണം. ആ സ്കൂൾ വന്നതിന് ശേഷം ഗ്ലോസസ്റ്റർ ഗ്രാമർ സ്കൂളിന്റെ പ്രോഫിറ്റ് നഷ്ടപ്പെടാൻ തുടങ്ങി. സോ അവരുടെ സ്റ്റുഡൻസ് ഒക്കെ മറ്റേ പുതിയ വന്ന സ്കൂളിലേക്ക് ജോയിൻ ചെയ്യാൻ തുടങ്ങി. അതുമൂലം ഇയാൾക്ക് ലോസ് സംഭവിച്ചു. ഇയാളുടെ സ്കൂളിൽ ലോസ് സംഭവിച്ചു. സോ പേഴ്സണൽ ഡാമേജ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്, ആക്ച്വൽ ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊരു ലീഗൽ ഇഞ്ചുറി ആണോ? മറ്റേ സ്കൂള്, പുതിയൊരു സ്കൂള് തുടങ്ങുക എന്നുള്ളത് ഇയാളുടെ ലീഗൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ആണോ? നോ. നമുക്ക് എവിടെ വേണമെങ്കിലും വി ഹാവ് ദ ഫ്രീഡം ടു പ്രാക്ടീസ്, പ്രൊഫസ് ആൻഡ് എവറിത്തിങ്. ഓക്കെ, നമുക്ക് ഇപ്പോൾ എന്റെ നാട്ടിലൊരു ബേക്കറി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്റെ നാട്ടിൽ വേറെ ബേക്കറി തുടങ്ങാൻ പറ്റില്ല എന്നുള്ളതൊന്നുമില്ല. ഐ കൻ ഓപ്പൺ എ ബേക്കറി എനിവെയർ ഇൻ ഇന്ത്യ. സോ അവിടെ കോമ്പറ്റീഷൻ ആണ് അവിടെ സംഭവിച്ചത്, അല്ലാതെ ലീഗൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. സോ ആക്ച്വൽ ഡാമേജ് വിതൗട്ട് ലീഗൽ ഇഞ്ചുറി ആണ് ഡാംനം സൈൻ ഇഞ്ചുറിയ. സോ ഇവിടെ വന്നിട്ട് ലീഗലി നമുക്ക് റെമഡി കിട്ടില്ല. ഓക്കെ, ലീഗലി ഇതൊരു എന്താണ്, ലീഗൽ ഇഞ്ചുറി സംഭവിക്കാത്തത് കൊണ്ട് തന്നെ ലീഗൽ റെമഡി നമുക്ക് കിട്ടുന്നതായിരിക്കില്ല. പക്ഷെ ഇൻ ദ കേസ് ഓഫ് ഇഞ്ചുറിയ സൈൻ ഡാംനം വി വിൽ ഗെറ്റ് ലീഗൽ സപ്പോർട്ട് ആൻഡ് ഡാമേജ്. ലീഗൽ റെമഡി നമുക്ക് കിട്ടുന്നതായിരിക്കും. പക്ഷെ ഡാംനം സൈൻ ഇഞ്ചുറിയുടെ കേസിൽ നമുക്ക് റെമഡി കിട്ടുന്നതായിരിക്കില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് വന്നിട്ട് ക്വിറ്റ് ഫാസിറ്റ് പെർ അലിയം ഫാസിറ്റ് പെർസെ. ക്വി ഫാസിറ്റ് പെർ അലിയം ഫാസിറ്റ് പെർസെ, അതായത് ഹി ഹു ആക്ട്സ് ത്രൂ അനദർ ഡസ് ദ ആക്ട് ഹിംസെൽഫ്. അതായത് നമ്മൾ ഈ ഒരു പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ഞാന് ഒരു വർക്ക് ചെയ്യാൻ ഒരു ഏജന്റിനെ ഏർപ്പാടാക്കുന്നു. ഓക്കെ, എനിക്ക് ചെയ്യേണ്ട ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എക്സ്റ്റേണലി ഒരു മിഡിൽ മാനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ആൻഡ് ഹി ഡസ് സംതിങ്. മനസ്സിലായോ? ഇവിടെ ആക്ച്വലി പ്രിൻസിപ്പൽ സെർവന്റ് റിലേഷൻ ആണ്, അല്ലെങ്കിൽ മാസ്റ്റർ സെർവന്റ് റിലേഷൻ ആണ് ഇവിടെ വർക്ക് ആവുന്നത്. ഓക്കെ, അതായത് പ്രിൻസിപ്പൽ പറയുന്ന അല്ലെങ്കിൽ മാസ്റ്റർ പറയുന്ന പോലെയാണ് സെർവന്റ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, മാസ്റ്ററിന്റെ ഗൈഡൻസ് പ്രകാരമാണ് സെർവന്റ് ആക്ട് ചെയ്യുന്നത് എങ്കിൽ സെർവന്റ് ചെയ്യുന്ന എല്ലാ കാര്യത്തിനും, സെർവന്റ് ചെയ്ത കാര്യത്തിന് ആരായിരിക്കും ലയബിൾ? മാസ്റ്റർ വിൽ ബി ലയബിൾ. സോ ഹി ഹു ആക്ട്സ് ത്രൂ അനദർ, മറ്റൊരാളിൽ നിന്നും മറ്റൊരാളുടെ സഹായത്തോടെ ഒരു കാര്യം ചെയ്യുന്നുണ്ട് എങ്കിൽ ആ ഒരു ചെയ്ത വ്യക്തി, ചെയ്യിപ്പിക്കുന്ന വ്യക്തി തന്നെയാണ് എന്താവുക? ലയബിൾ ആവുക. സോ മാസ്റ്റർ ഒരു സെർവന്റിനെ കൊണ്ട് ഒരു ജോലി ചെയ്യിപ്പിക്കുകയാണെങ്കിൽ മാസ്റ്റർ സ്വയം ചെയ്ത പോലെ, അല്ലെങ്കിൽ മാസ്റ്റർ ഹിംസെൽഫ് ചെയ്ത പോലെയാണ് നിയമം കൺസിഡർ ചെയ്യുക. സോ ആ ഒരു മാക്സിമാണ് ക്വി ഫാസിറ്റ് പെർ അലിയം ഫാസിറ്റ് പെർ സെ. ഓക്കെ, അതാണ് ആ ഒരു ലീഗൽ മാക്സിമിന്റെ അർത്ഥം. നെക്സ്റ്റ് വരുന്നത് സാലസ് പോപ്പുലി സുപ്രീമ ലെക്സ്. ഇത് ഇമ്പോർട്ടന്റ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ഇറ്റ് ഈസ്. വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ഇസ് ദ സുപ്രീം ലോ എന്നുള്ളതാണ് ഈ ഒരു മാക്സിമിന്റെ അർത്ഥം. അതായത് വെൽഫെയർ ഓഫ് പീപ്പിളിന് വേണ്ടിയിട്ടായിരിക്കണം എല്ലാ ലോസും ആക്ട് ചെയ്യേണ്ടത്. എല്ലാ ലോസും പീപ്പിളുടെ വെൽഫെയറിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം. പ്രൊമോട്ട് ദ വെൽഫെയർ ഓഫ് പീപ്പിൾ ആണ് എല്ലാ ലോന്റെയും ലക്ഷ്യം. All the laws should promote the welfare of the people. അതാണ് സാലസ് പോപ്പുലി സുപ്രീമ ലെക്സ്. പീപ്പിൾ ഇസ് ദ സുപ്രീം. ഓക്കെ, ലെക്സ് ടാലിയോണിസ് എന്നുള്ളതാണ് നെക്സ്റ്റ് മാക്സിം. ലെക്സ് ടാലിയോണിസ്, ലോ ഓഫ് റിട്ടാലിയേഷൻ ഓഫ് an eye for an eye. റിട്ടാലിയേഷൻ ലോയിനെയാണ് ലെക്സ് ടാലിയോണിസ് എന്ന് പറയുന്നത്. ലെക്സ് ടാലിയോണിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി റിട്രിബ്യൂട്ടീവ് തിയറി ആണത്. റിട്രിബ്യൂട്ടീവ്
പണിഷ്മെന്റ് തിയറീസ് 5 ഉണ്ട്. അതിൽ റിട്രിബ്യൂട്ടീവ് തിയറിയാണ് ഈ പ്രിൻസിപ്പിൾ, ഈ ഒരു ലീഗൽ മാക്സിം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഇസ് an eye for an eye, കണ്ണിന് കണ്ണ് പല്ലിന് പല്ല്. ആ ഒരു തിയറിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാള് ഒരു ക്രൈം ചെയ്തു കഴിഞ്ഞാൽ അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു പണിഷ്മെന്റ് വേണം കൊടുക്കാൻ എന്നുള്ളതാണ് ഈ ഒരു റിട്രിബ്യൂട്ടീവ് തിയറിയുടെ കോൺസെപ്റ്റ്. നെക്സ്റ്റ് ഇസ് കാവിയറ്റ് എംപ്റ്റർ. കാവിയറ്റ് എംപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ് ദ ബയർ ബി അവെയർ. ലെറ്റ് ദ ബയർ ബി അവെയർ. ഓക്കെ, സോ കാവിയറ്റ് എംപ്റ്റർ എന്നുള്ള മാക്സിമിന്റെ മീനിങ് ബി അവെയർ എന്നാണ്. ലെറ്റ് ദ ബയർ ബി അവെയർ. വാങ്ങുന്നവൻ സൂക്ഷിക്കട്ടെ, വാങ്ങുന്നവൻ ശ്രദ്ധിക്കട്ടെ എന്നുള്ളതാണ് കാവിയറ്റ് എംപ്റ്ററിന്റെ മീനിങ്. അതായത് പണ്ടൊക്കെ കൺസ്യൂമറിസം എങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ കൺസ്യൂമർ അവെയർ ആയിരിക്കണം. വി ഷുഡ് ബി അവെയർ ഓഫ് വാട്ട് വി ആർ ബൈയിങ്. പക്ഷെ ഇന്ന് അതിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ലെറ്റ് ദ സെല്ലർ ബി അവെയർ എന്നുള്ള കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് വിൽക്കുന്നവർ പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻസ് എന്താണ്, കലോറി എന്താണ്, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അതിൽ ആഡ് ചെയ്തിരിക്കുന്നത്, ഈസ് ഇറ്റ് ഹെൽത്തി ഓർ നോട്ട്, അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും വളരെ അക്യുറേറ്റ് ആയിട്ട് അവർ എന്ത് ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ള കോൺസെപ്റ്റ് ആണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പക്ഷെ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ബയർ ബി അവെയർ എന്നുള്ള രീതിയിലായിരുന്നു, കാവിയറ്റ് എംപ്റ്റർ പ്രിൻസിപ്പിൾ ആയിരുന്നു അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് വെൻഡിറ്റർ. ലെറ്റ് ദ സെല്ലർ ബി അവെയർ. ഇപ്പോൾ ഉള്ള കോൺസെപ്റ്റ്, കൺസ്യൂമറിസത്തിന്റെ ഇപ്പോഴത്തെ കോൺസെപ്റ്റ് ആണ് ഈ ലെറ്റ് ദ സെല്ലർ ബി അവെയർ എന്നുള്ള കോൺസെപ്റ്റ്. വാങ്ങുന്നവൻ അല്ലാതെ വിൽക്കുന്നവൻ എന്താവണം, അവെയർ ആയിട്ട് വേണം വിൽക്കാൻ. ഹീ ഷുഡ് ഓൾവേസ് ഡിസ്ക്ലോസ് എവറിത്തിങ് ദാറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ പ്രോഡക്റ്റ്. പ്രോഡക്റ്റിന്റെ വെയിറ്റ് ഉൾപ്പെടെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് എല്ലാം, വാട്ട് എവർ ദ തിങ് ഹീ സെല്ലിങ്, എന്താണോ വിൽക്കുന്നത് അതിനെക്കുറിച്ച് പ്രോപ്പർ ഡീറ്റെയിൽസ്, അക്യുറേറ്റ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ് കാവിയറ്റ് വെൻഡിറ്റർ എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇങ്ങനത്തെ 2 പ്രിൻസിപ്പിൾ നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്. ചില കേസിൽ കാവിയറ്റ് എംപ്റ്റർ യൂസ് ചെയ്യും, ചില കേസിൽ കാവിയറ്റ് വെൻഡിറ്റർ യൂസ് ചെയ്യും. ഇനി നെക്സ്റ്റ് വരുന്നത് നെമോ ഡാറ്റ് ക്വാഡ് നോൺ ഹാബിറ്റ് എന്നുള്ള പ്രിൻസിപ്പിൾ ആണ്. നോ വൺ ഗീവ്സ് വാട്ട് ദേ ഡു നോട്ട് ഹാവ് എന്നുള്ള കോൺസെപ്റ്റ് ആണ്. അതായത് ഞാൻ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്റെ കയ്യിൽ ഉള്ളതായിരിക്കും, അല്ലെ, ഇല്ലാത്ത സാധനം കൊടുക്കാൻ പറ്റില്ലല്ലോ. സോ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആണ് ഇതുവഴി പറയുന്നത്. ഇഫ് എ പേഴ്സൺ ഗിവ്സ് സംതിങ് ടു സംബഡി ദെൻ ഹീ ഷുഡ് ഫസ്റ്റ് ഹാവ് ഇറ്റ്, അല്ലെ. എന്റെ കയ്യിൽ ഉണ്ടെങ്കിലല്ലേ അത് കൊടുക്കാൻ പറ്റുള്ളൂ. സോ എന്റെ കയ്യിൽ ഇല്ലെങ്കിൽ അത് കൊടുക്കില്ല. ഓക്കെ, നോ വൺ ഗിവ്സ് വാട്ട് ദേ ഡു നോട്ട് ഹാവ്. നമ്മളുടെ അടുത്ത് ഇല്ലാത്തത് ഒരിക്കലും നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നില്ല. സോ അങ്ങനത്തെ ആ കോൺസെപ്റ്റ് പറയുന്നതാണ് നെമോ ഡാറ്റ് ക്വാഡ് നോൺ ഹാബിറ്റ് എന്നുള്ളത്. നെമോ ഡാറ്റ് ക്വാഡ് നോൺ ഹാബിറ്റ്. ഈ പ്രിൻസിപ്പിളിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കേസ് ലോസ് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി എക്സ് പോസ്റ്റ് ഫാക്ടോ. എക്സ് പോസ്റ്റ് ഫാക്ടോ എന്ന് പറയുന്നത് ആക്ച്വലി ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാക്സിം ആണ്. ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന എല്ലാ മാക്സിംസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാം എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് ഞാൻ entire മെറ്റീരിയൽ തന്നെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇഫ് സംബഡി വാണ്ട്സ് ദിസ് ലിങ്ക് ഓർ PDF, ഡു കോൺടാക്ട് മീ, ഐ വിൽ ഷെയർ വിത്ത് യു. ഓക്കെ, പേഴ്സണലി കമന്റ് സെക്ഷനിൽ മെസ്സേജ് ചെയ്യേ, അല്ലെങ്കിൽ എന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴി മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഷെയർ ദിസ് PDF വിത്ത് യു. ഓക്കെ, എക്സ് പോസ്റ്റ് ഫാക്ടോ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ law cannot apply retroactively. Retroactively means something that is that can be applied to the previous case also. Okay, retroactively or retrospectively എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that can be applied to the previous case. ഓക്കെ, അതാണ് റിട്രോസ്പെക്റ്റീവ് അല്ലെങ്കിൽ റിട്രോആക്റ്റീവ് എന്നുള്ള വാക്കിന്റെ അർത്ഥം. അപ്പം റിട്രോസ്പെക്റ്റീവ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ള പ്രിൻസിപ്പിളാണ് ഈ എക്സ് പോസ്റ്റ് ഫാക്ടോ ലോ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഇന്നലെ വരെ സതി എന്നുള്ള സമ്പ്രദായം ലീഗലി പ്രാക്ടീസ് ചെയ്യാൻ ഓക്കെ ആയിരുന്നു. ഓക്കെ, എക്സാമ്പിൾ പറയാണ്, ഇന്നലെ വരെ സതി പ്രാക്ടീസ് ചെയ്യുന്നത് ഓക്കെ ആയിരുന്നു. പക്ഷെ ഇന്ന് ഒരു നിയമം വന്നു, സതി ഈസ് ഇല്ലീഗൽ എന്നുള്ള രീതിയിൽ. അതിന്റെ അർത്ഥം ഇന്നലെ സതി കമ്മിറ്റ് ചെയ്ത ആളെ നമുക്ക് പണിഷ് ചെയ്യാൻ പറ്റും എന്നുള്ളതല്ല. ഇന്നലെ വരെ സതി കമ്മിറ്റ് ചെയ്തവർക്ക് പണിഷ്മെന്റ് ഉണ്ടാവില്ല. പക്ഷെ ഇനി മുതൽ സതി കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സതി എന്നുള്ളത് എന്താണ്, ഭർത്താവിന്റെ ചിതയിലേക്ക് ഭാര്യ കൂടെ എടുത്തു ചാടുന്ന സമ്പ്രദായമായിരുന്നു. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവിന്റെ ചിതയിലേക്ക് എടുത്തു ചാടുന്ന ഒരു സമ്പ്രദായമാണ് സതി. അപ്പൊ ആ ഒരു സതി എന്നുള്ള സമ്പ്രദായം നാളെ തൊട്ട് ഇല്ല എന്ന് പറയുമ്പോൾ, നാളെ തൊട്ട് ആ സമ്പ്രദായം ഫോളോ ചെയ്യുന്ന, ആ ഒരു കൾച്ചർ ഫോളോ ചെയ്യുന്നവരെ നമ്മൾ എന്ത് ചെയ്യും, ലീഗലി അറസ്റ്റ് ചെയ്യും. ഓക്കെ,
സോ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മോഷണം ഇന്നലെ വരെ ഒരു കലയായിരുന്നു, പക്ഷെ ഇന്ന് അതൊരു കുറ്റമാക്കി മാറ്റി. എങ്കിൽ ഇന്നലെ വരെ മോഷ്ടിച്ചവരെ ശിക്ഷിക്കുന്നില്ല, ഇനി മുതൽ മോഷ്ടിക്കുന്നവരെ ശിക്ഷിക്കുകയുള്ളൂ. അതാണ് ലോ കനോട്ട് അപ്ലൈ റിട്രോ ആക്റ്റീവ്ലി എന്ന് പറയുന്നത്. ലോ എപ്പോഴും, നിയമം എപ്പോഴും ഇനി വരുന്ന കേസിലെ അപ്ലൈ ചെയ്യുള്ളൂ, ഇതിന് മുൻപ് നടന്ന കേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ള തിയറിയാണ് എക്സ് പോസ്റ്റ് ഫാക്ടോ തിയറി പറയുന്നത്. എക്സ് പോസ്റ്റ് ഫാക്ടോ ലോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഹേബിയസ് കോർപ്പസ് ആണ്. ആക്ച്വലി ഇതൊരു റിട്ട് ആണ്, നമ്മൾ സുപ്രീം കോർട്ടിലും ഹൈക്കോർട്ടിലും കൊടുക്കുന്ന റിട്ട് ആണ്. ടു പ്രൊഡ്യൂസ് ദ ബോഡി എന്നുള്ള മീനിങ് ആണ് ഇതിന് വരുന്നത്. ഓക്കെ, ടു പ്രൊഡ്യൂസ് ദ ബോഡി ഓർ യു മേ ഹാവ് ദ ബോഡി എന്നുള്ള കോൺസെപ്റ്റ് ആണ്, മീനിങ് ആണ് ഹേബിയസ് കോർപ്പസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം. എന്താ ഇത് അർത്ഥം വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോടതിയുടെ മുന്നിൽ ആ വ്യക്തിയെ പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ അയാളെ പ്രസന്റ് ചെയ്യാനാണ് പറയുന്നത്. ഹേബിയസ് കോർപ്പസ് റിട്ട് വഴി നമ്മൾ ആ വ്യക്തിയെ കോടതിയിൽ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്, നേരിട്ട് കൊണ്ടുവരാൻ, കോടതിയുടെ മുന്നിൽ പ്രൊഡ്യൂസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ, ഹേബിയസ് കോർപ്പസ്. നെക്സ്റ്റ് വരുന്നത് എസെൻഷ്യൽ പാർട്ട് ഓഫ് ക്രിമിനൽ ലോ ആണ് മെൻസ് റിയ. മെന്റൽ പാർട്ടാണ് ഈ മെൻസ് റിയ. ക്രിമിനൽ ലോയിൽ മെന്റൽ പാർട്ടും ഉണ്ട്, ആക്ഷൻ പാർട്ടും ഉണ്ട്. അതിൽ മെന്റൽ പാർട്ടാണ് മെൻസ് റിയ. ഗിൽട്ടി മൈൻഡ് ആണ് അതിന്റെ അർത്ഥം. ഓക്കെ, തെറ്റായ ഉദ്ദേശം, ഇന്റൻഷൻ. ഗിൽട്ടി മൈൻഡ് ഓർ ഗിൽട്ടി ഇന്റൻഷൻ എന്നും കൂടെ പറയുവേ, ഇന്റൻഷൻ. ഓക്കെ, ഗിൽട്ടി ഇന്റൻഷൻ ഓർ ഗിൽട്ടി മൈൻഡിനെയാണ് മെൻസ് റിയ എന്ന് പറയുന്നത്. ഇനി റേഷ്യോ ഡെസിഡന്റി എന്നുള്ളത് എന്താണെന്ന് നോക്കാം. റേഷ്യോ ഡെസിഡന്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു കേസ് നമ്മൾ ഫയൽ ചെയ്യുന്ന സമയത്ത് ആ കേസിന്റെ എല്ലാ സൈഡും എവിഡൻസും എല്ലാ ട്രയൽ പ്രൊസീജിയേഴ്സും ഒക്കെ കഴിഞ്ഞിട്ട് പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജഡ്ജ്മെന്റ് പറയും, അല്ലെ? ജഡ്ജ്മെന്റ് ആര് പറയും? ജഡ്ജ് പറയും. സോ ജഡ്ജ്മെന്റ് പറഞ്ഞതിന് ശേഷം ആക്ച്വലി അതിന്റെ ഒപ്പം റേഷ്യോ ഡെസിഡന്റി എന്നുള്ള ഒരു പാർട്ടും കൂടെ ഉണ്ടാവും. ആൻഡ് വാട്ട് ഇറ്റ് ഈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാട്ട് ഈസ് ഇറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റീസൺ ഫോർ ദ ഡിസിഷൻ. ഈ ഒരു ഡിസിഷൻ എടുക്കാനുള്ള റീസൺ എന്താണ്? വാട്ട് ഈസ് ഇന്ന റീസൺ കാരണമാണ് ഈ ജഡ്ജ്മെന്റ് ഇങ്ങനെ ആയത്, അല്ലെങ്കിൽ ഈ ഡിസിഷൻ ഇങ്ങനെ വന്നത് എന്ന് പറയുന്ന റീസണിനെയാണ് ആക്ച്വലി റേഷ്യോ ഡെസിഡന്റി എന്നുള്ള പോർഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റേഷ്യോ ഡെസിഡന്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ റീസൺ ബിഹൈൻഡ് ദ ജഡ്ജ്മെന്റ്. ഓക്കെ, ഇനി ഒബിറ്റർ ഡിക്റ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്സ് സെഡ് ബൈ ദ വേ. അതായത് ഒരു ജഡ്ജ്മെന്റ് പ്രൊണൗൺസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഒരു കേസ് കേൾക്കുന്ന സമയത്ത് ജഡ്ജ് വല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സജഷൻസ് മേക്ക് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ട്, ആ ഒരു കേസ് പറയുന്ന സമയത്ത് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ അതിനെയാണ് ഒബിറ്റർ ഡിക്റ്റ എന്ന് പറയുന്നത്. അത് ബൈൻഡിങ് ആയിരിക്കില്ല, ഒരിക്കലും ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ ഒരു മാൻഡേറ്റ് അല്ല, മാൻഡേറ്ററി ആയിട്ടും ഫോളോ ചെയ്യണം എന്ന് പറയുന്ന തിങ്സ് അല്ല. ഡിസിഷൻ അങ്ങനെയാണോ? ഡിസിഷൻ മാൻഡേറ്ററി ആയിട്ട് ഫോളോ ചെയ്യേണ്ടതാണ്. ഓക്കെ, ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻഡേറ്ററി ആണ്, പക്ഷെ ഒബിറ്റർ ഡിക്റ്റ അങ്ങനെയാണോ? അല്ല, ഇറ്റ് ഈസ് നോട്ട് ബൈൻഡിങ്. ഡിസിഷൻ പോലെ ബൈൻഡിങ് അല്ല, നോട്ട് ബൈൻഡിങ് ആണ് ഒബിറ്റർ ഡിക്റ്റ. തിങ്സ് സെഡ് ബൈ ദ വേ, നമ്മൾ പറയുന്ന അതായത് ഒരു ജഡ്ജ്മെന്റ് പ്രൊണൗൺസ് ചെയ്യുന്നതിന്റെ ഇടയിൽ പറഞ്ഞ കാര്യങ്ങൾ, അത്രയേ ഉള്ളൂ ഒബിറ്റർ ഡിക്റ്റയുടെ അർത്ഥം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പാക്ട സന്റ് സെർവൻഡ എന്ന് പറയുന്ന ഒരു മാക്സിം ആണ്. ഇത് ആക്ച്വലി ഇന്റർനാഷണൽ ലോയിലാണ് ഇത് അപ്ലൈ ചെയ്യുക. ഇന്റർനാഷണൽ ലോയിലാണ് പാക്ട സെന്റ്, ഇന്റർനാഷണൽ ലോ. ഓക്കെ, പാക്ട സെന്റ് സെർവൻഡ. അഗ്രിമെന്റ്സ് മസ്റ്റ് ബി കെപ്റ്റ് എന്നുള്ള അർത്ഥമാണ് ഇതിന് വരുന്നത്. അഗ്രിമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആക്ച്വലി 2 സ്റ്റേറ്റ്സ് തമ്മിൽ ട്രീറ്റീസോ കൺവെൻഷൻസിലോ ഏർപ്പെട്ടിട്ടുണ്ടാവാം. സോ ആ ഒരു അഗ്രിമെന്റ്സ് എപ്പോഴും ഫോളോ ചെയ്തിരിക്കണം. ആ 2 സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്സ് അഗ്രിമെന്റ്സിൽ പറഞ്ഞിരിക്കുന്ന ക്ലോസസ് ഫോളോ ചെയ്തിരിക്കണം. ദേ ഷുഡ് കീപ് ദ വേർഡ്സ് എന്ന് പറയുന്നതാണ് പാക്ട സന്റ് സെർവൻഡ. ഓക്കെ, ഇനി ലെക്സ് ലോക്കി ഡെലിക്റ്റി. ലെക്സ് ലോക്കി ഡെലിക്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഓഫ് ദ പ്ലേസ് വെർ ദ ടോർട്ട് വാസ് കമ്മിറ്റഡ്. എവിടെയാണോ ടോർട്ട് കമ്മിറ്റ് ആയത് അവിടുത്തെ നിയമം എന്താണ്? അതാണ് ലെക്സ് ലോക്കി ഡെലിക്റ്റി. ഓക്കെ, ടോർട്ട് എവിടെ സംഭവിച്ചോ, ടോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോങ്ഫുൾ ആക്ട്, ആ ഒരു റോങ്ഫുൾ ആക്ട് എവിടെ സംഭവിച്ചോ ആ പ്ലേസിലത്തെ നിയമം എന്താണ്? ലോ ഓഫ് ദ പ്ലേസ് where the tort was committed. ഇനി novus actus interveniens. എന്താ ഇത് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എ ന്യൂ ഇന്റർവീനിങ് ആക്ട് ബ്രേക്സ് ദ ചെയിൻ ഓഫ് കോസേഷൻ. ആക്ച്വലി ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ബട്ട് സ്റ്റിൽ യു ഷുഡ് റിമെമ്പർ സംതിങ് എക്സ്ട്രാ. ഓക്കെ, സോ എ ന്യൂ ഇന്റർവീനിങ് ആക്ട് ബ്രേക്സ് ദ ചെയിൻ ഓഫ് കോസേഷൻ. എന്താ ഉദ്ദേശിക്കുന്നത്?
ഒരു പുതിയ ആക്ട് വന്നു കഴിഞ്ഞാൽ, ഇന്റർവീനിങ് ആക്ട് വരികയാണെങ്കിൽ, അതായത് തടസ്സപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും ഇന്റർവെൻഷൻസ് വരികയാണെങ്കിൽ ആ ഒരു ചെയിന് നഷ്ടപ്പെടും അല്ലെ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു പേഴ്സൺ ആസിഡ് ത്രോ ചെയ്യാൻ തീരുമാനിക്കുന്നു, ഒരു റിവെഞ്ച് വെച്ചിട്ട് ആസിഡ് ഒരാളുടെ മേലിൽ ത്രോ ചെയ്യാൻ വിചാരിക്കുന്നു. അതിന്റെ പ്രോസസ്സായിട്ട് അയാൾ കെമിക്കൽ ഷോപ്പിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ പോയിട്ട് ആസിഡിന്റെ ഇൻഗ്രീഡിയൻസ് വാങ്ങുന്നു, ആസിഡ് വാങ്ങുന്നു. ആൻഡ് ഹി ഡിസൈഡഡ് ടു ത്രോ ദ ആസിഡ് ഇൻ പബ്ലിക് റോഡ്. ഓക്കെ, പബ്ലിക് റോഡിലാണ് അത് ആക്ട് കമ്മിറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. ബട്ട് ഇൻ ബിറ്റ്വീൻ, അതായത് എ വന്നിട്ട് ബിയുടെ മുകളിൽ ആസിഡ് ത്രോ ചെയ്യാൻ തീരുമാനിക്കുന്നു. പക്ഷെ ബിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് സി എന്നുള്ള ഫ്രണ്ട് വന്നിട്ട്, നീ എന്താ ഇവിടെ കാണിക്കുന്നത്, വാ നമുക്ക് പോയി ഒരു ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് എനെ ഒപ്പം കൊണ്ടുപോകുന്നു. സോ ഇവിടെ ആക്ച്വലി ആ ഒരു ചെയിൻ ഓഫ് ആക്ഷൻ എന്താവുകയാണ്, ബ്രേക്ക് ആവുകയാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഇന്റർവീനിങ് ആക്ട്, ഒരു പുതിയ ഇന്റർവീനിങ് ആക്ട് വന്നു കഴിഞ്ഞാൽ ആ ചെയിന് അവിടെ ബ്രേക്ക് ആവുന്നു എന്ന് പറയുന്നതാണ് നോവസ് ആക്ടസ് ഇന്റർവീനിയൻസ്. ഇനി സബ്ജുഡിസ്. സബ്ജുഡിസ് ആക്ച്വലി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിൾ ആണ്, മാക്സിം ആണ്. സോ ജുഡീഷ്യൽ കൺസിഡറേഷനിലുള്ള ജഡ്ജ്മെന്റിനെയോ ഡിസിഷനെയോ ആണ് സബ്ജുഡിസ് എന്ന് പറയുന്നത്. പെൻഡിങ് ആയിട്ടുള്ള ഡിസിഷനെയാണ് സബ്ജുഡിസ് എന്ന് പറയുന്നത്. സബ്ജുഡിസ് മീൻസ് പെൻഡിങ് ഡിസിഷൻ. Subjudice means pending decision. Okay. So pending decision ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് പ്രൊഹിബിറ്റഡ് ഫ്രം പബ്ലിക് ഡിസ്കഷൻ. പബ്ലിക്ലി ആ ഒരു മാറ്ററിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് പ്രൊഹിബിറ്റ് ചെയ്യുന്നു. പ്രൊഹിബിറ്റ് ഫ്രം പബ്ലിക് ഡിസ്കഷൻ. പബ്ലിക്ലി ആ ഒരു മാറ്ററിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു ഡിസിഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാതെ ഇരിക്കണം. ആ ഡിസ്കഷൻ പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. സോ സബ്ജുഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻഡിങ് ഡിസിഷൻ എന്നാണ്. ഇനി മ്യൂട്ടാറ്റസ് മ്യൂട്ടാൻഡറ്റ്സ് എന്താണെന്ന് നോക്കാം. വിത്ത് നെസസറി ചേഞ്ചസ് ഹാവിംഗ് ബീൻ മെയ്ഡ്. മ്യൂട്ടാറ്റസ് എന്ന് പറയും, മ്യൂട്ടേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ചേഞ്ച് ആണ്. സോ മ്യൂട്ടാൻഡസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ഓൾസോ ചേഞ്ച്. വിത്ത് നെസസറി ചേഞ്ചസ് ഹാവിംഗ് ബീൻ മെയ്ഡ്. നെസസറി ചേഞ്ചസ് വരുത്തി എന്നുള്ളതാണ് മ്യൂട്ടാറ്റസ് മ്യൂട്ടാൻഡിസ് എന്നുള്ള ലാറ്റിൻ മാക്സിം കൊണ്ട് ഉദ്ദേശിക്കുന്ന ചേഞ്ച്. ഓക്കെ, ഇനി നമുക്ക് ഒരു 2-3 ക്വിസ് ചെയ്ത് നോക്കിയാലോ. ഓക്കെ, ക്വിസ് എന്ന് പറയുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം, അതിന്റെ ആൻസർ നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്യുക, ആൻസർ ചെയ്യാൻ ട്രൈ ചെയ്യുക. ഓക്കെ, ഐ തിങ്ക് ദ ആൻസർ ഇസ് ഓൾസോ ദയർ, ബട്ട് ലെറ്റ് സി. നമുക്കൊരു 2-3 ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് പോവാം, എന്നിട്ട് നിങ്ങളുടെ ക്ലാസ് അവസാനിപ്പിക്കാം. സോ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഡസ് ഓഡി അൾട്രം പാർട്ടം മീൻ? You have got almost 10 seconds ഞാൻ തരുന്നതായിരിക്കും. Let the buyer be aware, hear the other side, ignorance of law, act speaks for itself. ഓഡി അൾട്രം പാർട്ടം എന്താണ് അതിന്റെ അർത്ഥം? എന്താണ്? 5, 4, 3, 2, 1. ഓക്കെ, അർത്ഥം എന്താണ്? ഓഡി അൾട്രം പാർട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിയർ ദ അതർ സൈഡ്, മറ്റു എതിർഭാഗത്തിനെ കൂടെ കേൾക്കണം എന്നുള്ളതാണ് ഓഡി അൾട്രം പാർട്ടത്തിന്റെ അർത്ഥം. നെക്സ്റ്റ് മാക്സിം വന്നിട്ട് നോ ഇഞ്ചുറി ടു എ വില്ലിംഗ് പേഴ്സൺ. നോ ഇഞ്ചുറി ടു എ വില്ലിംഗ് പേഴ്സൺ എന്നുള്ള അർത്ഥം വരുന്ന മാക്സിം ഏതാണ്? വിച്ച് മാക്സിം മീൻസ് നോ ഇഞ്ചുറി ടു എ വില്ലിംഗ് പേഴ്സൺ? റെസിപ്സ ലോക്കിറ്റർ, വോളന്റി നോൺ ഫിറ്റ് ഇഞ്ചുറിയ, മെൻസ് റിയ, പാക്ടാ സെന്റ് സർവൻഡ. വിച്ച് മാക്സിം മീൻസ് നോ ഇഞ്ചുറി ടു എ വില്ലിംഗ് പേഴ്സൺ? 5, 4, 3, 2, 1. ഓക്കെ, വോളന്റി നോൺ ഫിറ്റ് ഇഞ്ചുറി ആണ് നോ ഇഞ്ചുറി ടു എ വില്ലിംഗ് പേഴ്സൺ. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഇഗ്നോറൻഷ്യ ജൂറിസ് നോൺ എക്സ്ക്യൂസാറ്റ്? Ignorantia juris non excusat. Legal injury without damage. Ignorance of law is not an excuse. Everyone must follow the law. Agreement must be kept. 5, 4, 3, 2, 1. So ignorantia juris non excusat ന്റെ അർത്ഥം ignorance of law is not an excuse, is no excuse. ആ ഒരു വേർഡിന്റെ ignorantia എന്ന് കണ്ടു കഴിഞ്ഞാൽ ignorance, യെസ്, സിമിലർ ആണ്. ഓക്കെ, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലെ. സോ I hope നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നും. At the same time, I will try my level best to get to you CLE 2025 ക്രാക്ക് ചെയ്യാനുള്ള എല്ലാ മെത്തേഡ്സും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. സോ സ്റ്റിക്ക് ടു മീ ടിൽ ദ ലാസ്റ്റ് ഡേ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇനിയും കുറേ കാര്യങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റിക്ക് വിത്ത് മീ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ്
വീഡിയോ. എന്റെ കുറച്ച് സിമ്പിൾ ടിപ്സ് കൂടെ പറഞ്ഞുതരാം. റിവൈസ് ഡെയിലി നിങ്ങൾ റിവിഷൻ നടത്തുക. ഇനിയുള്ള ദിവസം റിവിഷൻ മാത്രം ടൈം സ്പെൻഡ് ചെയ്യുക. അതേപോലെ തന്നെ ഒരുപാട് മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക. ഒരുപാട് മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ പെർഫെക്ഷൻ വരുന്നത്. എക്സാം ഓറിയന്റഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി മാക്സിം പഠിക്കുന്ന സമയത്ത് അതിന്റെ കോൺസെപ്റ്റും കൂടെ മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ജസ്റ്റ് കാണാപ്പാഠം പഠിക്കാതെ, മഗപ്പ് ചെയ്യാതെ, അതിന്റെ കണ്ടെക്സ്റ്റ് എന്താണ് ആൻഡ് വേർ ഇറ്റ് ഈസ് യൂസ്ഡ് എന്നുള്ളതൊക്കെ നോക്കി ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഇനി ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാനുള്ള സമയമായി. ജസ്റ്റ് 2 days are left. So I wish all of you all the best. Okay, thank you. Thanks for watching.